ഓ ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഓം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു വളരെ പ്രധാനപ്പെട്ട ശ്ലോകം അല്ലേ? വൈരാഗ്യസ്യ ഫലം ബോധഃ. വൈരാഗ്യം ഉണ്ടോ എങ്ങനെ അറിയാം? ജ്ഞാനം പൂർണ്ണമാണോ? അങ്ങനെയാണെങ്കിൽ വൈരാഗ്യം പൂർണ്ണമാണ്. ജ്ഞാനം പൂർണ്ണമാണെന്ന് എങ്ങനെ അറിയാം? ഉപരതി അനായാസമായിട്ട് മനസ്സ് പിൻവാങ്ങുന്നുവോ, എല്ലാത്തിൽ നിന്നും മനസ്സ് പിൻവാങ്ങുന്നുവോ, അത് പ്രയത്നം വിനാ സംഭവിക്കുന്നുവോ, അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം ഉപരതി പൂർണ്ണമാണെന്ന്, ജ്ഞാനം പൂർണ്ണമാണ് എന്ന്. ഇനി ഉപരതി പൂർണ്ണമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പരമശാന്തി, ആ ശാന്തി ആനന്ദരസം അല്ലെങ്കിൽ ശാന്തസ്വരൂപമായിട്ട് സദാ ശാന്തമായിട്ട് കഴിയുന്നുവോ, അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഉപരതിയും പൂർണ്ണമാണെന്ന്. അപ്പം ഇതിലേതെങ്കിലും, ഈ ഓർഡറിൽ ഏതെങ്കിലും എവിടെങ്കിലും കുറച്ച് അപശബ്ദം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് കുറവാണ് എന്ന്, അല്ലേ? ചിലപ്പോൾ നമ്മൾ മാമ്പഴമൊക്കെ ചിലത് നല്ല പഴുത്ത മാമ്പഴമായിരിക്കും. ഇനിയോ ചിലതാണ് എങ്കിൽ 2-3 ദിവസം വെക്കണം. ചിലത് കുറച്ച് സമയം എടുക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തളിച്ച്, അല്ലെങ്കിൽ കുറച്ച് വൈക്കോലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് നല്ലതുപോലെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വൈരാഗ്യം പൂർണ്ണമാകണം. വൈരാഗ്യം, ജ്ഞാനം, ഉപരതി ഇവയെല്ലാം പൂർണ്ണമായിട്ട് വിളങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലതുപോലെ പൂർണ്ണമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം അവധിയിലെത്തിച്ചേരണം. വൈരാഗ്യത്തിൻ്റെ അവധി ബോധമാണ്, ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ അവധി ഉപരതിയാണ്. ഉപരതി എന്നുള്ളത് നമ്മെ പൂർണ്ണ ശാന്തിയിലേക്ക് എത്തിക്കും. 421 ശ്ലോകം ഒന്നുകൂടി ഒന്ന് വായിക്കാം. യദ്യുത്തരോത്തരാഭാവഃ പൂർവഃ പൂർവന്തു നിഷ്ഫലം നിവൃത്തിഃ പരമാ തൃപ്തിഃ ആനന്ദോനുപമസ്വതഃ. അനുപമമായിട്ടുള്ള ആനന്ദം, അനുപമമായിട്ടുള്ള ആനന്ദം, അതാണ് ഈ പൂർണ്ണതൃപ്തി. കാരണം എന്താ? ഒന്നിനോടും ഉപമിക്കാനാകാത്ത ആ സാന്ദ്ര ആനന്ദം, അനുപമം ആയിട്ടുള്ള ആ ആനന്ദ അവസ്ഥയാണ്, അത് തന്നെയാണ് പൂർണ്ണതൃപ്തി എന്നുള്ളത്. അതാണ് ഉപരതിയുടെ പൂർണ്ണത എന്നുള്ളതും. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഇപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ
എന്താ ഏത് ജ്ഞാനത്തിൻ്റെ ആണ് എങ്കിലും ഇപ്പോൾ ലൗകിക ജ്ഞാനമാണ് എങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണത എന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്ക് എന്താ ഇപ്പോൾ സാധാരണ ഒരുപാട് പഠിച്ചു, ഡിഗ്രിയും അത് കഴിഞ്ഞ് പലതരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്താ PG എടുത്തു, PhD നേടി, എന്നിട്ടും മനസ്സിനൊരു തരത്തിലുള്ള ശാന്തി ഇല്ലായെങ്കിലോ ആ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടിയില്ല എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? അപ്പോൾ പണ്ട് നമ്മൾ കളരിയിൽ പോകും, ഇപ്പോൾ അതിനെ ഒന്ന് പേരൊക്കെ ഒന്ന് മാറ്റി LKG-യിലാക്കും, UKG-യിലാക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഏത് വിദ്യയാണ് എങ്കിലും ഈ ഒരു പക്വതയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കണം, അല്ലേ? ആ പക്വത ഇല്ല എങ്കിൽ നമ്മൾ ചോദിക്കും, അല്ലേ, പലപ്പോഴും ചോദിക്കും, എന്തിനിത്ര പഠിച്ചു, എന്ത് പഠിച്ചു നമ്മൾ, എന്തിനാ ഇത്രമാത്രം വിദ്യാഭ്യാസം നേടിയത് എന്നൊക്കെ സാധാരണ ആളുകൾ പോലും ചോദിക്കും. ആ പക്വത അപ്പോൾ സമൂഹം ഒരു പക്വത പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് വിദ്യയിൽ നിന്നാണ് എങ്കിലും. ഇവിടെ നമ്മൾക്ക് നോക്കാം, ദൃഷ്ടദുഃഖേഷു അനുദ്വേഗേ വിദ്യായാ പ്രസ്തുതം ഫലം യത്കൃതം ഭ്രാന്തിവേലായാം നാനാകർമ്മജുഗുപ്സിതം പശ്ചാന്തരോ വിവേകേന തത്കഥം കർത്തുമർഹതി ദൃഷ്ടദുഃഖേഷ്വനുദ്വേഗഃ വിദ്യായാഃ പ്രസ്തുതം ഫലം യത്കൃതം ഭ്രാന്തിവേലായാം നാനാകർമ്മജുഗുപ്സിതം പശ്ചാത്നരോ വിവേകേന തത്കഥം കർത്തുമർഹതി ദൃഷ്ടദുഃഖേഷു അനുദ്വേഗഃ. അനുദ്വേഗഃ എന്ന് വെച്ചാലോ യാതൊരു വിധത്തിലുള്ള ഉദ്വേഗവും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരവസ്ഥയാണ് അനുദ്വേഗ അവസ്ഥയിൽ എന്ന് പറയുക. അനുദ്വേഗം എന്ന് വെച്ചാൽ ഒരു വിക്ഷേപം, അജിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിക്ഷേപം, ഉദ്വേഗം എന്നൊക്കെ ഉള്ള വാക്ക് മലയാളത്തിൽ നല്ലതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഉദ്വേഗം ഇല്ലാതെ ഇരിക്കൂ കുട്ടി എന്നൊക്കെ പണ്ടുള്ളവർ പറയുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അജിറ്റേഷൻ ഇല്ലാതെ ഇരിക്കൂ, ടെൻഷൻ ഇല്ലാതെ ഇരിക്കൂ, വിക്ഷേപം. അപ്പോൾ എന്തിലാണ് ദൃഷ്ടദുഃഖേഷു അനുദ്വേഗഃ, അതായത് ലോകത്ത് നാം ദൃഷ്ടദുഃഖേഷു, ഈ ദുഃഖങ്ങൾ പലതരത്തിൽ നമ്മളുടെ മുമ്പിൽ കാണുകയാണല്ലോ, അനുഭവിക്കേണ്ടി വരികയാണ്. നാം അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ദുഃഖങ്ങളെ തന്നെ മൂന്നായിട്ട് നമ്മൾക്ക് തരംതിരിക്കാം. അല്ലേ, വേദാന്തത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എങ്കിൽ അറിയാൻ പറ്റും. ഈ ദുഃഖങ്ങൾ ആദിഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ, ആദിദൈവികമായിട്ടുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള ദുഃഖങ്ങൾ. ആധ്യാത്മികം എന്ന് വെച്ചിട്ടുണ്ട് അവരവരുടെ മനസ്സിനെ, ശരീരത്തെയൊക്കെ സംബന്ധിച്ച ദുഃഖം. ഇനിയോ ആദിദൈവികം എന്നുള്ളതോ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില പ്രപഞ്ച ശക്തികൾ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ശക്തമായിട്ടുള്ള കാറ്റും മഴയും സുനാമിയും, അതുപോലെ തന്നെ ചുട്ടെരിയുന്ന ചൂട്, ചുട്ടുപൊള്ളുന്ന ചൂട്, വല്ലാത്ത ചൂടാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അതൊക്കെ ആദി ദൈവികമായിട്ടുള്ള ദുഃഖമാണ്. ഇനി ആദി ഭൗതികമാണ് എങ്കിലോ ചുറ്റുപാടുകളുള്ള ഭൂതജാലങ്ങളിൽ നിന്നും, അല്ലേ, അയലക്കംകാരിൽ നിന്നും, ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാം ആധ്യാത്മികമായിട്ടുള്ള ദുഃഖം തന്നെയാണെന്ന് പറയാം. നാം തന്നെയാണ് ഇതെല്ലാത്തിനെയും കാരണം. ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള മനസ്സാണ് എന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നും. ഇപ്പോൾ ഒരു നായ വന്ന് കടിച്ചുവെങ്കിൽ നായയുടെ വായിൽ പോയി കൈയിടാൻ പോയിട്ടല്ലേ നായ കടിച്ചത്, അല്ലേ? അപ്പോൾ അതിന് കാരണം എവിടെയാണ്? ഭൂതജാലങ്ങളിൽ നിന്ന് ഒരു തടസ്സം നേരിട്ടുവെങ്കിലും അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലെങ്കിൽ നാം തന്നെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാകും. എന്തായാലും നാം ഇങ്ങനെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുഃഖേഷു, അങ്ങനെയുള്ള ദുഃഖങ്ങളിൽ അനുദ്വേഗഃ, ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ വരുമ്പോൾ ബാധിക്കും, സാധാരണക്കാരനെ വല്ലാതെ ബാധിക്കും, അല്ലേ? ഒരു ദിവസമൊന്നുമല്ല ഒരു പ്രശ്നത്തിൽ നിന്നൊന്ന് നമ്മളൊന്ന് കരകയറാനായിട്ട് എടുക്കുക. കുറേ ദിവസങ്ങൾ, ചില ജീവിതത്തിൽ വരുന്ന ചില ദുഃഖങ്ങളിൽ നിന്ന് അവർക്കതിനെ കരകയറാനായിട്ട് സാധിക്കാതെ വളരെ കടുത്ത നിരാശയിലേക്കും എന്നിട്ടോ മരുന്നുകളൊക്കെ എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ കൊണ്ട് എത്തിക്കും, അല്ലേ? അപ്പോൾ ഈ ദുഃഖങ്ങൾ വരുമ്പോൾ അത് ഒരിക്കലും ഇനി ഈ ദുഃഖത്തിൽ നിന്ന് ഞാൻ കരകയറില്ല, ഈ ദുഃഖം അവസാനിക്കില്ല എന്നൊക്കെ കരുതും. വിദ്യയുണ്ടോ? വിദ്യയുടെ ഫലം എന്താണ്?
അതിൻ്റെ ഡയറക്റ്റ് റിസൾട്ട് എന്നുള്ളത് ദൃഷ്ടദുഃഖേഷു അനുദ്വേഗ. ഈ തരത്തിലുള്ള ഈ ദുഃഖങ്ങൾ വരുമ്പോൾ ദൃഷ്ടദുഃഖേഷു അനുദ്വേഗ, ഇതാണ് വിദ്യയുടെ സാക്ഷാത് ഫലം എന്നുള്ളത്. അല്ലേ? ഒരിക്കൽ ഒരു കുട്ടി, എൻ്റെ അച്ഛനൊന്നും പഠിച്ചിട്ടില്ല, ഒത്തിരി വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരച്ഛൻ, കുട്ടിക്ക് പഠിക്കാൻ കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുട്ടി അച്ഛനോട് പറയുകയാണ്, എനിക്ക് മടുത്തു, ജീവിതം മടുത്തു, ഞാൻ വിഷമോ വല്ലതുമൊക്കെ കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നും പഠിക്കാത്ത അച്ഛൻ ചോദിക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇത്രയും കാലം വരെ പഠിച്ചത്? ഇത്രയും കാലം വരെ ഈ PG അതും ഇതുമൊക്കെ പഠിച്ചത് ഇതിന് വേണ്ടിയിട്ടാണോ? ഈ ഒരവസ്ഥയിൽ അപ്പോൾ സമൂഹം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, ഒരു പക്വത പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ടും ഒന്നും ഈ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ അതിൻ്റെ വിക്ഷുബ്ധതയ്ക്ക് ഒരല്പം പോലും കുറവില്ല എങ്കിൽ, ഉദ്വേഗമില്ലാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വിദ്യയ്ക്ക് പഠിച്ച വിദ്യ കൊണ്ട് ഒരു ഫലവുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വിദ്യയുടെ ഫലം അത് ആധ്യാത്മിക വിദ്യയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് എല്ലാത്തിലേക്കും നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആത്മവിദ്യയുടെ ഫലം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഏത് വിദ്യ കൊണ്ടും ഇത് തന്നെയാണ് നേടേണ്ടത്, വിദ്യാഭ്യാസം കൊണ്ടും ഇത് തന്നെയാണ് നേടേണ്ടത്. അല്ലേ? സാക്ഷരത നമ്മൾ നേടും, അല്ലേ? എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ്. അത് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം നേടണം, അവിടെ തന്നെ നിൽക്കുകയല്ല, പിന്നീട് ഉന്നത വിദ്യാഭ്യാസം. ആ ഉന്നത വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള അനുദ്വേഗമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടി എന്ന് പറയാം. ഇല്ല എങ്കിൽ ആ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു എന്ന് പറയാം. അല്ലേ? വലിയ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നീട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ്. ആ പഠിച്ചതുകൊണ്ട് എന്ത് നേടി? അത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ വ്യർത്ഥമായി തീർന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ദൃഷ്ടദുഃഖേഷു അനുദ്വേഗ വിദ്യായാഹ പ്രസ്തുതം ഫലം, സാക്ഷാത് ഫലം എന്നുള്ളത് ഏതവസ്ഥ വന്നാലും മനസ്സിനെ ശാന്തമാക്കാനുള്ള ആ ഒരു കഴിവ്, അതാണ് ആ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ, അത് തന്നെയാണ് വിദ്യയുടെ പരമപ്രയോജനം എന്നുള്ളത്. യത്കൃതം ഭ്രാന്തിവേലായാം നാനാകർമ്മജുഗുപ്സിതം. യത്കൃതം ഭ്രാന്തിവേലായാം നാനാകർമ്മജുഗുപ്സിതം. അതായത് ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ഭ്രാന്തിവേളായാം, ഭ്രാന്തി ഉള്ള അവസ്ഥയിൽ, അതായത് അവിവേകം, അധികം ജ്ഞാനമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, മോഹത്തിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, അവിവേകത്താൽ നാനാകർമ്മജുഗുപ്സിതം, നിന്ദ്യമായിട്ടുള്ള അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ജുഗുപ്സിതമായിട്ടുള്ള, അല്ലേ, ഒരു തരത്തിൽ വളരെ നിന്ദനീയമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കും ഭ്രാന്തിവേളയിൽ. കാരണം അറപ്പുളവാക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യും. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേകമില്ല അവിടെ, ഭ്രാന്തിയാലാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കൂട്ടുക, ഈ നിന്ദ്യമായിട്ടുള്ള. ഇനി ഭ്രാന്തി മാറി വിവേകം ഉദിച്ചിട്ടുണ്ട് എങ്കിലോ പിന്നെ അത് ചെയ്യില്ല. അല്ലേ? ചില അമ്മമാരൊക്കെ പറയും, കള്ളുടിച്ചാലേ ഉള്ളൂ ചേട്ടന് ഈ തരത്തിലുള്ള സ്വഭാവമൊക്കെ, കള്ളുടിച്ചില്ലെങ്കിൽ ആൾ ഡീസൻ്റാണ്. കള്ളുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിവേകം അവിടെ ആയി. അല്ലേ? അപ്പോൾ അതൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകം ഉദിക്കുകയാണ്. അപ്പോൾ ഇവിടെ കള്ളാകുന്ന ഭ്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അജ്ഞാനമാണ് കേട്ടോ. ഇതൊന്നും സാധാരണ തലത്തിലേക്കൊന്നും നമ്മൾക്ക് ഉപമിക്കാനേ സാധിക്കില്ല. കുറച്ച് വലിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് അവിവേകത്താൽ ചെയ്തത് വിവേകം ഉദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. യത്കൃതം ഭ്രാന്തി വേളായാം നാനാകർമ്മ ജുഗുപ്സിതം, പലതരത്തിലുള്ള ജുഗുപ്സിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു. അത് പശ്ചാത് നരഹ വിവേകേന തത്കഥം കർത്തുമർഹസി. വിവേകം ഉദിച്ചിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ വിവേകികളും ഈ വാസനയുടെ ശക്തിയാൽ ചിലതൊക്കെ കാട്ടിക്കൂട്ടിന്നിരിക്കും. ഇപ്പോൾ ഭ്രാന്തി തീർന്നിട്ടില്ല എന്നർത്ഥം.
വിവേകികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കർമ്മമാണ്, ചെയ്തികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഭ്രാന്തിയിലാണ് ഇപ്പോഴും. ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അജ്ഞാന അവസ്ഥയിൽ അവിവേകത്താൽ വാസനാബലത്താൽ ചെയ്തതൊന്നും യഥാർത്ഥ ജ്ഞാനം ഉണ്ടായാൽ ചെയ്യില്ല. ഇനി എന്നിട്ട് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രസക്തിയും ഉണ്ടാകില്ല, അല്ലേ? അപ്പം യഥാർത്ഥ ജ്ഞാനം ഉദിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവിവേകത്തിൽ നിന്നുദിതമായിട്ടുള്ള ഒരു കർമ്മവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വിവേകം ഉദിച്ചാൽ മാത്രമാണ് ഭ്രാന്തി അസ്തമിക്കുകയുള്ളൂ. ഭ്രാന്തി ഇല്ലാണ്ടായിട്ടുണ്ട് എങ്കിലോ ജുഗുപ്സിതമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യില്ല. ഒന്നുകൂടി വായിക്കാം. ദൃഷ്ടദുഃഖേഷ്വനുദ്വേഗഃ വിദ്യായാഃ പ്രസ്തുതം ഫലം യത്കൃതം ഭ്രാന്തിവേളായാം നാനാകർമ്മജുഗുപ്സിതം പശ്ചാത് നരോ വിവേകേന തത്കഥം കർത്തുമർഹതി. വിദ്യാഫലം സ്യാദ് അസതോ നിവൃത്തിഃ പ്രവൃത്തിരജ്ഞാനഫലം തദീക്ഷിതം തജ്ഞാജ്ഞയോർ യന്മൃഗതൃഷ്ണികാദോ നോ ചേദ്വിദാം ദൃഷ്ടഫലം കിമസ്മാത്. വിദ്യാഫലം സ്യാദ് അസതോ നിവൃത്തിഃ പ്രവൃത്തിരജ്ഞാനഫലം തദീക്ഷിതം തജ്ഞാജ്ഞയോർ യന്മൃഗതൃഷ്ണികാദോ നോ ചേദ്വിദാം ദൃഷ്ടഫലം കിമസ്മാത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് കേട്ടോ. വിദ്യാഫലം സ്യാത് അസതോ നിവൃത്തിഃ. വിദ്യയുടെ ഫലം എന്നുള്ളത് അസതഃ നിവൃത്തിഃ. അസതഃ പൂർണ്ണമായിട്ടും ഈ അസത്തായിട്ടുള്ളതിൽ നിന്ന് പിൻവാങ്ങി, അല്ലെങ്കിൽ അത് അസത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ നശിച്ചു. അതായത് തെറ്റിദ്ധാരണ നീങ്ങി, അസത്തിൽ നിന്നും പിൻവാങ്ങി, അല്ലെങ്കിൽ അസത്തായിട്ടുള്ള വസ്തുക്കളുടെ പിന്നാലെ ഒന്നും പോകില്ല, തെറ്റിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞു. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നമ്മൾക്കൊരിക്കലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ചിന്തിക്കുക പോലും വേണ്ട. ഈ വിദ്യയുടെ ഫലം കണ്ട ഒരാളിൽ വിദ്യയുടെ ഫലം എന്താ? അത് അസതഃ നിവൃത്തി. ഇനിയോ പ്രവൃത്തി അജ്ഞാനഫലം തദീക്ഷിതം. ഇനി അജ്ഞാനത്തിൻ്റെ ഫലം എന്താ? പ്രവൃത്തി. ഈ പ്രവൃത്തി തന്നെ ബഹിർമുഖതയാണ്. അതിൻ്റെയും ഇതിൻ്റെയും ഓരോന്നിൻ്റെയും പിന്നാലെ പായുക എന്നുള്ളതാണ് അജ്ഞാനത്തിൻ്റെ ആ ഒരു അജ്ഞാനമാണോ, അജ്ഞാന അവസ്ഥയിലാണോ ഈ തരത്തിൽ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത്, ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അജ്ഞാനത്തിൻ്റെ ഫലം. വിദ്യയുടെ ഫലമാണെങ്കിലോ തീയെല്ലാം കെട്ടടങ്ങിയ ശാന്തമായ ആ ഒരു ചാരം ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഒരു കത്തും പിടിക്കാൻ പോകുന്നില്ല. ഒരു തരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ എല്ലാം കത്തിച്ചാമ്പലായി അതിൻ്റെ ആ ചൂടും കൂടി ആറി, അങ്ങനെയുള്ള ആ ഒരു വെണ്ണീർ അല്ലേ, വളരെ വളരെ ശുദ്ധമാണത്. അത് പിന്നെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? വെണ്ണീർ അത് ഭസ്മം ധരിക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കും അല്ലേ. ഭസ്മധാരണം അത് വളരെ പവിത്രമായിട്ടുള്ള കർമ്മത്തിനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. അതുപോലെയാണ് ഈ വിദ്യയും. വിദ്യയാൽ അസതഃ നിവൃത്തിഃ. അസത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിവൃത്തി. വിദ്യ ഉണ്ടോ? നിവൃത്തിയാണ് വിദ്യയുടെ ഫലം. അജ്ഞാനമാണോ? പ്രവൃത്തിയാണ് ഫലം. ഇനി തത് ജ്ഞഃ, അവിടെ തത് ജ്ഞ അജ്ഞയോഹോ. ഇനി ഇത് ജ്ഞഃ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അറിയുന്നയാൾ, സർവജ്ഞഃ അല്ലേ, സർവ്വം അറിയുന്നയാൾ. അപ്പോൾ അറിയുന്നവനും അജ്ഞഃ, ജ്ഞഃ ആൻഡ് അജ്ഞഃ, ജ്ഞഃ അജ്ഞഃ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പ്രവൃത്തിയും നിവൃത്തിയുമായിരിക്കും
അല്ലേ? അറിവുണ്ടോ എങ്കിലോ അറിവിൻ്റെ പൂർണ്ണതയുണ്ട് എങ്കിൽ അത് നിവൃത്തിയാണ്. നിവൃത്തി, അസത്തിൽ നിന്നും നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിവില്ല എങ്കിലോ അജ്ഞനാണ് എങ്കിലോ പ്രവൃത്തിയാണ്. രണ്ടാളുകൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തന്നിരിക്കുകയാണ്. നോ ചേത് വിതാം ദൃഷ്ട നോ തജ്ഞാജ്ഞയോർ എൻ മൃഗതൃഷ്ണികാദൗ. മൃഗതൃഷ്ണിക, അതായത് രണ്ട് ആളുകൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മരുമരീചിക കാണും അല്ലേ? കണ്ടിട്ടുള്ളവർ, ഞാൻ മരുഭൂമിയിലൂടെ ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കിതറിയില്ല. എന്നാലും ഈ പറയുന്ന ശാസ്ത്രത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഊഹിക്കുകയാണ്. അതെ, ഒരു പുഴ കാണും മരുഭൂമിയിൽ, നടന്നു പോകുമ്പോൾ തണുത്ത കാറ്റ് വീശുമത്രേ, തണുത്ത കാറ്റ് അനുഭവപ്പെടുമത്രേ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അതിന് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരുഭൂമിയിലെ ആ മരീചിക കണ്ടിട്ടുമില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരുവൻ ആദ്യമായിട്ട് മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ഈ ദാഹിക്കുമ്പോൾ ആ മരീചികയുടെ പിന്നാലെ പായും. അതേ സമയത്ത് അറിവുള്ളവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അറിവുള്ളവൻ ആ ജലത്തിൻ്റെ പിന്നാലെ പായില്ല. അവന് മനസ്സിലാകും അത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ്, അതിൻ്റെ പിന്നാലെ പോയാലൊന്നും ഒരു തരത്തിലുള്ള ജലവും കിട്ടാൻ പോകുന്നില്ല, വെറുതെ കൂടുതൽ ഈ ശരീരത്തെ കൂടുതൽ ഉഷ്ണം കൊടുക്കാമെന്നല്ലാതെ, കൂടുതൽ ട്രബിൾ കൊടുക്കാമെന്നല്ലാതെ അതിൽ നിന്നൊന്നും ഒരു ജലം കിട്ടില്ല എന്ന് അറിവുള്ളവൻ അറിയാം. അറിയാത്ത നമ്മെ പോലുള്ളവർക്കാണെങ്കിലോ അതിൻ്റെ പിന്നാലെ പായും, ജലം കിട്ടും എന്ന്. അപ്പോൾ ഇത് ജലമാണ് എന്നുള്ള തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ടും നീങ്ങിയ ഒരുവൻ്റെ പ്രവൃത്തിയും ഇത് ജലമാണെന്ന് ധരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവൻ്റെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട് ഇവ തമ്മിൽ. അപ്പോൾ തെറ്റിദ്ധാരണ നീങ്ങിയവൻ അതിൻ്റെ പിന്നാലെ പായില്ല. പ്രവൃത്തിഹി അജ്ഞാനഫലം. അറിവുള്ളവൻ ആ മരുമരീചികയിൽ പിന്നാലെ പോകില്ല. അറിയാത്തവനാണ് എങ്കിലോ ജലം കാണുമ്പോൾ ആഗ്രഹം, അതിൻ്റെ പിന്നാലെ പോകും. അതുപോലെ തന്നെയാണ് നാം എല്ലാം ഈ ലോകവസ്തുക്കളുടെ പിന്നാലെ പായുന്നു. കാരണം എന്താ? ഇതിൽ നിന്നും സുഖം കിട്ടും എന്നൊരു തെറ്റായ ധാരണയാണ്. ഇതിൽ നിന്നും സുഖം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത്. അപ്പോൾ കുറേ വിദ്യയുടെ നിവൃത്തി ഉണ്ട് എങ്കിൽ എല്ലാത്തിൽ നിന്നും, വിദ്യയുടെ ഫലം പൂർണ്ണമാണ് എങ്കിൽ എല്ലാത്തിൽ നിന്നും നിവൃത്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്താ? കുട്ടികൾ കൂടുതൽ പഠിക്കും തോറും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. കൂടുതൽ കുഴപ്പങ്ങളിലാണ്. അത്രയും പഠിത്തമൊന്നും ഇല്ലാത്ത കുട്ടിയെ കൊണ്ട് ഇത്രമാത്രം പ്രശ്നമില്ല എന്ന് പലപ്പോഴും പലരെ കാണുമ്പോഴും തോന്നിപ്പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ തജ്ഞാജ്ഞയോർ എൻ മൃഗതൃഷ്ണികാദൗ നോ ചേത് വിതാം ദൃഷ്ടഫലം കിമസ്മാത്. അപ്പോൾ യഥാർത്ഥ വിദ്യ നമ്മിൽ നിന്നും തെറ്റിദ്ധാരണകളെയെല്ലാം പാടെ തുടച്ച് നീക്കാനുള്ള കരുത്ത് യഥാർത്ഥ വിദ്യയ്ക്കുണ്ട്. അപ്പോൾ അല്ലേ, നമ്മളൊരു പാട്ട് പാടാറില്ലേ? മോഹത്താൽ പായുന്ന കുതിരയെ, അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല കേട്ടോ. മോഹത്താൽ പായുന്ന കുതിരയെ, മോഹം കൊണ്ട്, ഈ ഭ്രാന്തിയാൽ പായുന്ന, ഭ്രാന്തി കൊണ്ടാണ് ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളാകുന്ന ഈ കുതിരകൾ ഇതിലെയൊക്കെ പായുന്നത്. അങ്ങനെയുള്ള പായുന്ന കുതിരകളെയൊക്കെ എന്ത് ചെയ്യണം? നിയന്ത്രിച്ച് നിർത്തണം. അപ്പം മോഹത്താൽ ആരംഭിച്ച് പലതിൻ്റെയും മോഹം കൊണ്ടാണ് പല കാര്യങ്ങളും തുടങ്ങി അതിൻ്റെ പിന്നാലെ പായുന്നത്. ആ പരക്കം പായിച്ചിൽ നിലച്ചു എങ്ങനെയായിട്ടുണ്ട് എങ്കിൽ വിദ്യ അതിൻ്റെ ഫലത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ കയറാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അത് കയറ് തന്നെയാണോ, അതിൽ നിന്നൊരു പാമ്പ് ഉദയം ചെയ്യുന്നില്ലേ, ആ കയറിൽ നിന്നൊരു പാമ്പ് ഇറങ്ങി വരുന്നുണ്ടല്ലോ, അത് പതിയെ വരുന്നുണ്ടല്ലോ. കാരണം എന്താ? ആ പാമ്പ് അവിടെയുണ്ട് എന്നുള്ള ഭാവന എന്നിൽ വീണ്ടും നിൽക്കുകയാണ്. ഇതിൽ അല്പമെങ്കിലും ഇതിൽ ജോയ് ഉണ്ട്, ഇതിൽ സന്തോഷമുണ്ട് എന്ന് വീണ്ടും മനസ്സിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ പുറകെ പിന്നാലെ പോകാൻ നോക്കും. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും അവസാനിക്കില്ല ഈ പരക്കം പായിച്ചിൽ, കുറച്ചെങ്കിലുമൊക്കെ പാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കയറാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ അവിടെ സാധ്യതയുണ്ടോ പാമ്പിന്?
ഹാ അപ്പോൾ ഒരു ഭ്രാന്തൻ ഒരിക്കൽ കുറേ കുട്ടികളോട് പറഞ്ഞു, അതെ ഇന്നിവിടെ അടുത്തുള്ള ഒരു വലിയ വീടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ആ മൂലയ്ക്കുള്ള ഒരു വലിയ വീട്, ആ വീട് ഒരു വലിയ പ്രഭുവിൻ്റെ വീടാണ്. ആ വീട്ടിൽ അദ്ദേഹം ഇന്ന് കുറേ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട്. കമ്പിത്തിരി വിഷുവൊക്കെ വരികയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ കുറേ പടക്കമൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പടക്കം പൊട്ടിക്കലുണ്ട് അവിടെ. പിന്നെയോ ആ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ പ്രസാദ വിതരണം അല്ലല്ലോ, മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും. ഹാ അപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്നാൽ നമ്മൾക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് കുട്ടികൾ പോയി. ഇയാൾ വെറുതെ അടിച്ചു വിട്ടതാണ്. ഇയാൾക്ക് ഒരു തരത്തിലുള്ള എന്താ ഒരു ഭ്രാന്തനാണല്ലോ. അയാൾക്കറിയാം അവിടെ ഒന്നും നടക്കണമെന്നില്ല, അവിടെ ഒരു പടക്കം പൊട്ടിയിരും ഇല്ല, ഒരു മധുരപലഹാര വിതരണവും ഇല്ല എന്ന് അയാൾക്കറിയാം. എങ്കിലും അയാളും പോയി. ഇപ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലായി ഇയാൾ പറ്റിക്കുകയായിരുന്നു, നമ്മളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടികൾ ഇയാളോട് ചോദിച്ചു, അതെ ചേട്ടാ നിങ്ങൾക്കറിയാമായിരുന്നുവല്ലോ ഇവിടെ ഒരു പടക്കം പൊട്ടിയിരും ഇല്ല, ഇവിടെ ഒരു പലഹാര വിതരണമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു ന്യൂസ്, അതൊരു പൊട്ട ന്യൂസാണ്. അതിന് ഒരു തരത്തിലുള്ള വാസ്തവികതയും ഇല്ല അതിൻ്റെ അകത്ത്, അതിലൊരു സത്യവുമില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ ആ ഭ്രാന്തൻ പറയാണ്, എനിക്കറിയാം ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന്. ഇവിടെ ഒരു പായസ വിതരണവും ഇല്ല, ഇവിടെ ഒരു പടക്കം പൊട്ടിക്കലും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങാനും മധുര പലഹാരം വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കത് നഷ്ടമാകില്ലേ, അതുകൊണ്ട് ഞാൻ വന്നതാണ്. നോക്കൂ, ഇതേപോലെയാണ്. ഇപ്പോൾ വിഷയങ്ങളിൽ ഈ പറയുന്ന സുഖമൊന്നുമില്ല, വിഷയത്തിൽ സുഖമില്ല എന്ന് അറിഞ്ഞിട്ടും പിന്നെയും മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞ് തിരിയുകയാണ്. അപ്പോൾ വിദ്യയുടെ ലക്ഷ്യം എന്താണ്? ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഈ തെറ്റിദ്ധാരണകളെയൊക്കെ നീക്കുക. ഈ തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടായ അന്വേഷണങ്ങളുടെയൊക്കെ നിവൃത്തിയാണ് വിദ്യയുടെ അവധി അല്ലെങ്കിൽ പൂർണ്ണഫലം എന്നുള്ളത്. ഇത് സാധിച്ചില്ല എങ്കിൽ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. അല്ലേ, കഴുതയുടെ പുറത്ത് കുങ്കുമമാണെന്നോ അതിന് നല്ല ഗന്ധമുണ്ടെന്നോ ഒന്നും അറിയാതെ അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഫലം എന്നുള്ളത് ആ പൂർണ്ണമായിട്ടുള്ള ആ വിസ്റ്റമുണ്ടല്ലോ, ജ്ഞാനത്തിലേക്ക് നയിക്കണം, ആന്തരികമായിട്ടുള്ള മാറ്റം സംഭവിക്കണം. എങ്കിൽ മാത്രമേ വിദ്യ കൊണ്ട് നേടേണ്ടത് നേടി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി വായിക്കാം. വിദ്യാഫലം സ്യാദ് അസതോ നിവൃത്തി പ്രവൃത്തിരജ്ഞാനഫലം തദീക്ഷിതം ജ്ഞാജ്ഞയോര്യൻ മൃഗതൃഷ്ണികാദോ നോ ചേദ്വിദാം ദൃഷ്ടഫലം കിമസ്മാദ് അജ്ഞാനഹൃദയഗ്രന്ഥേഃ വിനാശോ യദ്യശേഷതഃ അനിച്ചോർവിഷയഃ കിം नु പ്രവൃത്തേഃ കാരണം സ്വതഃ. അജ്ഞാനഹൃദയഗ്രന്ഥേഃ വിനാശഃ യത് അശേഷതഃ. അശേഷതഃ പൂർണ്ണമായിട്ടും ഈ അജ്ഞാനഹൃദയഗ്രന്ഥേഹേ അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥിയുടെ വിനാശഃ യത് അശേഷതഃ. അശേഷതഃ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അത് സംഭവിച്ചുവെങ്കിൽ, ഏത് സംഭവിച്ചുവെങ്കിൽ വിനാശം. എന്തിൻ്റെ വിനാശം? അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥിയുടെ. ഈ ഹൃദയഗ്രന്ഥി എന്നുള്ളത് എന്താ? ഗ്രന്ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുരുക്ക് ഒരു എന്താ താതാത്മ്യമാകുന്ന കുരുക്ക്, ആ കുരുക്ക് കൊണ്ട് നമ്മൾ കെട്ട് പിണയുകയാണ്. ഈ താതാത്മ്യത്താലാണ് ഈ കുരുക്ക് വീഴുന്നത്. അതായത് ഈ ദേഹം ഉപാധിയാണ്. ഈ ഉപാധിയായിട്ടുള്ള ഈ ദേഹത്തെ ഞാനെന്ന് വിചാരിക്കുന്നു. മനസ്സ് ഉപാധിയാണ്. മനസ്സിൻ്റെ സ്വഭാവമാണ് അതൃപ്തി.
ആ മനസ്സിൻ്റെ അതിനെ തൃപ്തമാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതിൻ്റെ സ്വഭാവം തന്നെ അതൃപ്തമാണ്. അപ്പോൾ ഇത് ഉപാധിയുടെ സ്വഭാവമാണ്. എന്നിട്ടോ ഈ ഉപാധിയുടെ സ്വഭാവമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇതെൻ്റെ സ്വഭാവമാണ്, ഇതിനെ ഞാൻ നേരെയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രവൃത്തിയിൽ ഏർപ്പെടുക, അല്ലേ? അപ്പോൾ അജ്ഞാന ഹൃദയഗ്രന്ഥി പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് ഉപാധിയെ ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് നീങ്ങിയിട്ടുണ്ട് എങ്കിലോ പിന്നെ എന്ത് ആഗ്രഹം ഉണ്ടാകുക? ആഗ്രഹനാശം പൂർണ്ണമായി എന്നുള്ളതാണ്. അജ്ഞാന ഹൃദയഗ്രന്ഥേഹേ വിനാശഃ യദശേഷതഃ അനിച്ചോർ വിഷയഃ കിംനു പ്രവൃത്തേ കാരണം സ്വതഃ. പിന്നെ ആരാണ് ഈ അദ്ദേഹത്തെ ഏതെങ്കിലും വിഷയം പിന്നെ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുമോ? ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഏതെങ്കിലും വിഷയത്തിൻ്റെ പിന്നാലെ പായുമോ? ഇപ്പം ഈ അജ്ഞാന ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി എന്നൊക്കെ ഉള്ളത് താതാത്മ്യമാണ്. ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഈ താതാത്മ്യം അത് അശേഷം നശിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെയോ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഒരു വിഷയവും പ്രലോഭിപ്പിക്കാനായിട്ടും സാധിക്കില്ല. ഒരു വിഷയത്തിനും അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ സാധിക്കുകയില്ല. അജ്ഞാനനാശത്താൽ പൂർണ്ണ തൃപ്തി. പിന്നെ എന്തിനാണ് പൂർണ്ണ തൃപ്തനായിട്ടുള്ള ഒരാൾ എന്തിൻ്റെയെങ്കിലും പിന്നാലെ പോകുമോ? ആദ്യമേ ആ ഓർഡർ ഓർക്കണം കേട്ടോ. വൈരാഗ്യത്തിൻ്റെ അവധി എന്നുള്ളത് പൂർണ്ണ ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിൻ്റെ അവധി എന്നുള്ളത് ഉപരതിയാണ്. ഉപരതി പൂർണ്ണ തൃപ്തി അല്ലെങ്കിൽ പൂർണ്ണ ശാന്തിയാണ്. അപ്പം യഥാർത്ഥ വൈരാഗ്യം ഉണ്ടായി എന്ന് നമുക്ക് എപ്പോൾ പറയാൻ സാധിക്കും? അതിനൊരു ഒരു ടെസ്റ്റ് അടുത്ത ശ്ലോകത്തിലാണ്. അടുത്ത ശ്ലോകവും ഈ ശ്ലോകങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. നമുക്ക് നമ്മെ തന്നെ നമ്മൾ എത്ര പിറകിലാണ് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താനായിട്ട് സാധിക്കും. അടുത്ത ശ്ലോകം നോക്കാം. വാസനാനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തഥാവതിഃ അഹം ഭാവോദയാ ഭാവഃ ബോധസ്യ പരമാവതിഃ ലീനവൃത്തേരനുത്പത്തി മര്യാദോപരതേസ്തു സാ വാസനാനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തദാവതിഃ അഹം ഭാവോദയാ ഭാവഃ ബോധസ്യ പരമാവതിഃ ലീനവൃത്തേരനുത്പത്തിഃ മര്യാദോപരതേസ്തു സാ. അപ്പോൾ വൈരാഗ്യം എന്നുള്ളത് എന്താ? വൈരാഗ്യം എന്നുള്ളത് പറഞ്ഞു പല ക്ലാസ്സിൽ പറയുന്നതാണ്. രാഗദ്വേഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭാവമാണ് വൈരാഗ്യം എന്നുള്ളത്. എനിക്കതിഷ്ടമാണ്, എനിക്കിതിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളതിൻ്റെ പുറകെ പോകും, ഇഷ്ടമില്ലാത്തതിൻ്റെ പുറകിൽ നിന്ന് പിന്മാറും. ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആ അഭാവം അത് മനസ്സിൽ പോലും ഉദിക്കുന്നില്ല ഒന്നിനോടും. ഏതൊന്നിനെ കണ്ടാലും അതിനെ അതായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഇതൊക്കെയാണ് വൈരാഗ്യം. ഇച്ഛാരാഹിത്യം. അപ്പോൾ ഈ വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത്, അതായത് പീക്ക് ഓഫ് വൈരാഗ്യം, പൂർണ്ണമാണ് എന്നിൽ വൈരാഗ്യം എന്നാണെങ്കിൽ വാസന ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം. വാസന അനുദയഃ ഭോഗ്യേ, ഭോഗവാസന ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസ്സിൽ ആഗ്രഹത്തെ ഉണ്ടാക്കുന്നത് വാസനയാണ്. കാണുന്നതെല്ലാം നമ്മിൽ സംസ്കാരം അതിൻ്റെ ആ ഒരു സംസ്കാരം നമ്മിൽ പതിക്കും എങ്കിലും അതെല്ലാം എല്ലാ സംസ്കാരവും ഒന്നും വാസനയായിട്ട് പരിണമിക്കുന്നില്ല. അപ്പം ഈ വാസന ശക്തമാണോ, ഈ വാസനയാണ് നമ്മെ ആഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആഗ്രഹം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായി, ആഗ്രഹം നടന്നില്ല എങ്കിൽ ദുഃഖമായി. അപ്പം വിഷയങ്ങൾ മുമ്പിൽ ഇരുന്നിട്ട് ചില ആളുകളുണ്ട്, വിഷയങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുകയാണ് എങ്കിൽ ആഗ്രഹം ഉദിക്കുകയുള്ളൂ. നമ്മളൊക്കെ എങ്ങനെയാണ്? റൂമിലൊന്നും കീപ്പ് ചെയ്യില്ല, ഒരു സാധനങ്ങളോ ഒന്നും കഴിക്കാനുള്ള സാധനം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ എടുത്ത് അത് തീർക്കണം. അപ്പോൾ പിന്നെ അത് കീപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. വൈരാഗ്യം പൂർണ്ണമല്ല എന്നാണ്. ചില ആളുകൾ എത്രമാത്രം സാധനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഇരുന്നാലും അവർക്ക് അതിലൊന്നും ഒരു തരത്തിലുള്ള ആഗ്രഹമൊന്നും ഉണ്ടാകില്ല, അല്ലേ? ഇപ്പം ചിലർക്ക് വിഷയങ്ങളുടെ മുന്നിലിരുന്നാലേ ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ചിലർക്ക് വിഷയങ്ങൾ മുമ്പിലുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അതിനെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം തോന്നില്ല.
ഇനി ചിലർക്ക് വിഷയങ്ങൾ മുമ്പിലില്ല എങ്കിലും മനസ്സിൽ ആ വിഷയങ്ങളെ വിചാരം ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? അതും വൈരാഗ്യമൊന്നും ആയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ വിഷയങ്ങളെല്ലാം മുമ്പിലുണ്ട്. ചിലർ വിഷയങ്ങളെല്ലാം മുമ്പിലുണ്ട് എങ്കിലും അതൊന്നും അനുഭവിക്കില്ല. കാരണം എന്താ? അവിടെയൊക്കെ പല കൺട്രോളിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ജനം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പലതരത്തിൽ മനസ്സ് നിയന്ത്രണം കൊണ്ടുവരും. ഇത് ശരിയല്ല, അല്ലെങ്കിൽ പലരും അതിനെ നോക്കുന്നു. നിയന്ത്രിക്കാൻ ആളുണ്ട്, അമ്മയുണ്ട്. അപ്പോഴോ ചില കുട്ടികളെ നമ്മൾക്ക് കണ്ണും അടച്ച് വീട്ടിൽ വെച്ചിട്ട് അങ്ങ് പോകാം, ഒരു പ്രശ്നവുമില്ല, വീട്ടിലാക്കിയിട്ട് പോകാം, ഒരു പ്രശ്നം അവനെ കൊണ്ടുണ്ടാകില്ല. ചിലർക്ക് അമ്മ വേണം നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രിക്കാൻ ആരുമില്ല, വിഷയങ്ങളെല്ലാം മുമ്പിലുണ്ട്, എങ്കിലും ഒരു തരത്തിലുള്ള ആഗ്രഹവും ഉണ്ടാകുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, വൈരാഗ്യം പൂർണ്ണം. വാസനാനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തദാവധിഃ. ഇപ്പോൾ അവധിയായി, വൈരാഗ്യത്തിൻ്റെ അവധിയാണത്. ഒരു തരത്തിലും ഒന്നിനെ കൊണ്ട് ഈ ലോകം എന്നെ പ്രലോഭിപ്പിക്കാനായിട്ട്, എന്നെ ഒന്ന് ചലിപ്പിക്കാനായിട്ട് ഈ ലോകത്തിന് സാധിക്കില്ല. വിഷയങ്ങളുണ്ട് എങ്കിലും വിഷയങ്ങളില്ല എങ്കിലും അതേ അവസ്ഥ. അതാണ് വൈരാഗ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവധി എന്നുള്ളത്. അഹംഭാവോദയാഭാവോ ബോധസ്യ പരമാവധിഃ. അഹംഭാവ ഇല്ലായ്മ. അഹംഭാവം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പറഞ്ഞുവല്ലോ, ഇതൊക്കെ അതിൻ്റെ ആ ഒരു ഏറ്റവും ഉന്നത തലത്തിലാണ്. അഹംഭാവം ഇല്ല എന്ന് വെച്ചാൽ കർത്തൃത്വഭാവവും ഇല്ല, ഞാനാണ് ഇത് ചെയ്യുന്നതെന്നും ഇല്ല, ഞാനാണ് ഇത് അനുഭവിക്കുന്നതെന്നും ഇല്ല, ഞാൻ ഉയർന്നവനാണ്, ഞാനൊരു വളരെ ഐ ആം ഫ്രം റോയൽ ഫാമിലി, ഞാൻ വളരെ വളരെ വലിയ ഫാമിലിയിൽ നിന്നുള്ളതാണ്, ഉന്നത കുലജാതനാണ്, ഇതൊന്നുമില്ല. ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല, ഞാൻ താണവനാണെന്നും ഇല്ല, ഉയർന്നവനാണെന്നും ഇല്ല, ഇതൊന്നുമില്ലാത്ത ആ ഒരവസ്ഥ. അഹംഭാവത്തിൻ്റെ അഭാവം, പൂർണ്ണ അഭാവം. അതാണ് ജ്ഞാനം കൊണ്ട് ഉണ്ടാകേണ്ട ആ ഒരു അവധി, ജ്ഞാനത്തിൻ്റെ അവധി. ഇനിയോ ഉപരതിയുടെ അവധി. ലീനവൃത്തേരനുപ്രാപ്തി മര്യാദോപരതസ്തു സാം. അതായത് സ്വരൂപത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന ആ മനസ്സ് പിന്നീട് അതിൽ നിന്നും ഒന്നിനു വേണ്ടിയിട്ടും ആ മനസ്സ് ഉദയം ചെയ്യുന്നില്ല, അതിൽ പൂർണ്ണമായിട്ട് ലീനമായി കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഉപരതിയും പൂർണ്ണമായിട്ടും മനസ്സ് സ്വരൂപത്തിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സ് സ്വരൂപത്തിലൊക്കെ ലയിക്കും അല്ലേ? എപ്പോഴും ലയിക്കും? നല്ല സുഷുപ്തി അനുഭവിക്കുമ്പോൾ സ്വരൂപത്തിൽ ലയിക്കും. പിന്നെ ചില ഭാഗ്യവാന്മാർക്ക് സമാധിയിലിരിക്കുമ്പോഴും മനസ്സ് സ്വരൂപത്തിൽ ലയിക്കും. പക്ഷേ അതിൽ നിന്നങ്ങ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബഹിർമുഖമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അല്ലേ? അപ്പോൾ ഇനി അഥവാ മനസ്സ് പൂർണ്ണമായിട്ടും ലയം പ്രാപിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള മനസ്സ് ബഹിർമുഖമാകുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ? എത്ര മനോയാതിഹി തത്ര സമാധേഹ. എവിടെയൊക്കെ മനസ്സ് പോകുന്നുണ്ടോ അതൊക്കെ സമാധി, 24 മണിക്കൂറും അദ്ദേഹം സമാധിയിലാണ്. ഈ ഒരവസ്ഥയാണ് ഉപരതിയുടെ പൂർണ്ണത എന്നുള്ളത്. ഇതിനു മുമ്പുള്ള ശ്ലോകത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. വാസനാനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തഥാവധിഃ അഹംഭാവോദയാഭാവഃ ബോധസ്യ പരമാവധിഃ ലീനവൃത്തേരനുത്പത്തിഃ മര്യാദോപരതേസ്തു സാം. കൂടുതൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.